ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ്. വളരെ ഈസി ആയിട്ട് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു ഫ്ലോർ അരിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് 3 പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഡ്രൈ ആയ ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് ഒരു 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് സ്പീഡ് കൂട്ടി ഫുൾ സ്പീഡിലിടാം. അങ്ങനെ എഗ്ഗിൻ്റെ യെല്ലോ കളറൊന്ന് മാറി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ ഒരു 3/4 കപ്പ് ചേർത്താൽ മതി. ഇത് ഞാനിപ്പോൾ ഇവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കണേ. അതൊരു 2-3 തവണയായിട്ട് കുറേശ്ശെ ആയിട്ട് ചേർക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യാം. എഗ്ഗ് നല്ല വൈറ്റ് കളറാവണം, അതുവരെ ബീറ്റ് ചെയ്യാം. എൻ്റെ എഗ്ഗ് ഇവിടെ വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ബീറ്ററിൻ്റെ സ്പീഡ് ഒന്ന് കുറച്ചിടാം. ലോ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഒന്ന് ബീറ്റ് ചെയ്യേണ്ട. ബാറ്റർ ഒന്ന് നല്ലോണം മിക്സ് ആയാൽ മതി. എന്നിട്ട് ബീറ്ററിൻ്റെ ബ്ലേഡ് മാറ്റാം. ഇനി മിക്സിങ് ബ്ലേഡ് ഇടാം. മിക്സിങ് ബ്ലേഡ് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലോർ അരിച്ച് വെച്ചിരിക്കുന്ന ഫ്ലോറ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് മിൽക്കും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ മിൽക്കും ഫ്ലോറും ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ആയിട്ടിട്ട് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ലാത്തവർക്ക് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടും മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടണം. 180 ഡിഗ്രിയിലാണ് 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്തിടേണ്ടത്. 1 kg ബാറ്ററാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഞാനിവിടെ 2 6 ഇഞ്ചിൻ്റെ ടിന്നുകളാണ് എടുത്തിരിക്കുന്നത്. അത് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ഓവനിലേക്ക് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 1 kg ബാറ്ററാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് 1/2 കിലോൻ്റെ സ്പഞ്ച് ഉണ്ടാക്കേണ്ടത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 ഇഞ്ചിൻ്റെ ടിന്നെടുക്കാം. ഇവിടെ എനിക്കിത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഫോർ വാച്ചിങ്.